CPIM നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം നേമം സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പെന്ന് പരാതി. മാസങ്ങളായി നിക്ഷേപകർക്ക് പലിശയും മുതലും നൽകുന്നില്ലെന്നാണ് പരാതി. ചിട്ടിയുടെ മറവിലും ലോൺ നൽകിയതിലും ബാങ്കിൽ ക്രമക്കേടെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. നാലാം തീയതി അവർ 5000 രൂപ തന്നത്. എൻ്റെ 1.5 ലക്ഷം രൂപ ഇവിടെ കിടക്കുകയാണ്. നവംബർ മാസം 10-ാം തീയതി എൻ്റെ മകൻ്റെ കല്യാണമാണ്. കുറച്ച് വലിയ എമൗണ്ട് ആയിട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് നാളായിട്ട് ഇൻട്രസ്റ്റേ കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം കിട്ടിയത് പകുതി പോലും ഇല്ല. ചോദിക്കുമ്പോൾ പറയും ഇല്ല, ആരെങ്കിലും ലോൺ അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് കിട്ടുകയാണെങ്കിൽ അപ്പം തരാം. നേമം സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നിക്ഷേപകർക്ക് മാസങ്ങളായി പലിശയും മുതലും ലഭിക്കുന്നില്ല. 62 കോടി രൂപ ലോൺ കൊടുത്തിട്ടുണ്ട്. 72 കോടി രൂപ നിക്ഷേപമാണ്. 72 കോടിയല്ല, അതിൻ്റെ 3 മടങ്ങ് കാശ് ഇവിടെ നിക്ഷേപകർ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപിച്ച തുകയും ഇവർ ലോൺ കൊടുത്ത തുകയുമായിട്ട് വളരെ അനന്തരമാണ്. ചിട്ടി കിട്ടിയ തുകയും ബാങ്ക് നൽകുന്നില്ലെന്നാണ് ആക്ഷേപം. ചിട്ടിയുടെ മറവിലും ലോൺ നൽകിയതിലും ക്രമക്കേടാണെന്നും നിക്ഷേപകർ പറയുന്നു. നമ്മളൊരു 5 ലക്ഷത്തിൻ്റെ ചിട്ടി ഇവിടെ കെട്ടിയിട്ടുണ്ട്. ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞിട്ട് ആ പൈസ തിരികെ കിട്ടുന്നില്ല. 3-4 മാസം കൊണ്ട് ഇതിൻ്റെ ബാക്കിൽ നിറയണം. CPM ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലമായിട്ടും ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നാണ് സഹകാരികളുടെ ആരോപണം. മാസങ്ങളോളമായി നിക്ഷേപത്തുകയ്ക്ക് വേണ്ടി ബാങ്കിൽ കയറിയിറങ്ങിയവരോട് ഓണത്തിന് ശേഷം പണം നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ പറഞ്ഞത്. ഓണത്തിന് ശേഷം എത്തിയപ്പോഴേക്കും കൈമലർത്തുന്ന സാഹചര്യം. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് മോഡലാകുമോ നിയമം എന്നുള്ളതാണ് നിക്ഷേപകരുടെ ആശങ്ക. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ബാങ്ക് ഭരിക്കുന്നത് CPIM ഭരണസമിതിയാണ്. ഇതിൽ നിക്ഷേപകർ പറയുന്നതനുസരിച്ച് മാസങ്ങളായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടാവുന്നില്ല. ഒപ്പം തന്നെ ഈ ചിട്ടിയുടെ കാര്യത്തിലും അതിൽ ഈ ചിട്ടി കെട്ടിയ തുകയടക്കം ബാങ്ക് നൽകുന്നില്ല എന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇത് എപ്പോൾ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് അവിടെ നടക്കുന്നത്? ശ്രുതി, നേമം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപത്തുക പിൻവലിക്കുന്നതിന് വേണ്ടി 6 മാസത്തോളമായി നിക്ഷേപകർ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ അവിടെ നേരിട്ടെത്തിയപ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മളോട് പങ്കുവച്ചതും. പക്ഷേ നിക്ഷേപത്തുക തിരികെ നൽകുവാൻ വേണ്ടി ബാങ്ക് തയ്യാറാകുന്നില്ല. ഇതിൽ വിവാഹ ആവശ്യത്തിനും ചികിത്സാ ആവശ്യത്തിനുമുള്ളവരുണ്ട്. ഇവരെല്ലാം തന്നെ രാവിലെ ഈ ബാങ്കിലേക്ക് എത്തും. അവിടെ നിക്ഷേപത്തുക പിൻവലിക്കുവാൻ വേണ്ടിയാണ് എത്തുന്നത്. പക്ഷേ 1 രൂപ പോലും നൽകാൻ ബാങ്കിൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളതാണ് ബാങ്ക് പറയുന്നത്. ഏകദേശം 300ഓളം കോടി രൂപയുടെ ആസ്തി ഉണ്ട് ഈ ബാങ്കിന് എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ പൊതുപ്രവർത്തകരിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 67 കോടി രൂപയോളം നിക്ഷേപത്തുകയായി മാത്രം ഉണ്ട് എന്നുള്ളതും വിവരമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ നിക്ഷേപത്തുക തിരികെ നൽകുന്നതിന് വേണ്ടി ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരം നിലപാടിലേക്ക് ബാങ്ക് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ബാങ്കിൽ പൈസ ഇല്ല. ബാങ്ക് അധികൃതരുമായി സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത് ചില ലോണുകളും മറ്റും നൽകിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും തിരികെ അടച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 67 കോടി രൂപയുടെ ലോണുകളാണ് നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 300 കോടിയുടെ ആസ്തിയുണ്ട്. എന്നാൽ ബാക്കി പണമെല്ലാം എവിടെ പോയി എന്നുള്ളതാണ്. പല രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്ന് വരുന്നുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കളിലേക്കും ഈ വെട്ടിപ്പ് നടത്തിയതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന് വരുന്നുണ്ട്. അത് പക്ഷേ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു പരാതിയോ ജനങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിക്ഷേപത്തുകയിൽ മാത്രമല്ല ചിട്ടി കിട്ടിയതിലും ചില ഇടപെടൽ നടന്നു എന്നുള്ളതാണ് കാര്യം. ലക്ഷങ്ങളോളം രൂപ മാസങ്ങളോളം തവണകളായി അടിച്ച് അല്ലെങ്കിൽ ചിട്ടി കൈപ്പറ്റിയവർക്ക് ഈ ചിട്ടി തുക നൽകുവാൻ വേണ്ടി ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രാവിലെ തന്നെ ബാങ്കിലേക്ക് നിരവധി പേർ നിക്ഷേപത്തുക പിൻവലിക്കുവാൻ വേണ്ടി വരും. ഓണത്തിന് തൊട്ട് മുന്നോടിയായി എത്തിയവരോട് ഓണത്തിന് ശേഷം നിങ്ങളുടെ തുക 1 മാസത്തിൽ, അതായത് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചവർക്ക് 1 മാസം 10,000 രൂപ വെച്ച് ഒരു അസാധാരണമായിട്ടുള്ള സംഭവമാണ്. ഒരു ബാങ്കിലും ഇത്തരമൊരു നടപടി നടക്കാത്തതുമാണ്. പക്ഷേ ഈ ബാങ്കിൻ്റെ ഗതികേട് കൊണ്ട് അത്തരത്തിൽ ഒരു തുക നൽകാം എന്ന്, അതായത് 10,000 രൂപ വെച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയും ചിലർ ഈ ബാങ്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ 1 രൂപ പോലും നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ പോകാനാണ് ഇവിടുത്തെ സഹകാരികൾ അല്ലെങ്കിൽ നിക്ഷേപിച്ചവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് അടക്കം പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിൽ
സാഹചര്യത്തിലുമുണ്ട്. നമുക്കറിയാം തൊട്ടടുത്താണ് കണ്ടല സർവീസ് സഹകരണ ബാങ്ക്. ഈ കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഇതേ രീതിയിലാണ്, സമാന രീതിയിലാണ് നടന്നത്. അത്തരം ഒരു തട്ടിപ്പ് സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക, തങ്ങളുടെ പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയാണ് നിലവിലിപ്പോൾ ബാങ്കിലെ സഹകാരികൾക്ക് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് ഉള്ളത്. ശ്രുതി, ശരി, വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാണ്. CPIM സഹകരണ ബാങ്കായ നേമത്തെ സഹകരണ ബാങ്കിലാണ് കോടികളുടെ തട്ടിപ്പെന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകുന്നത്.